ആർഎസ്എസ് ഭാരതാംബ ചിത്രവിവാദത്തിൽ വിദ്യാർത്ഥികളെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കി കേരള സർവകലാശാല. അവധിക്ക് ശേഷം തിരിച്ചെത്തിയ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ പ്രതിസന്ധിയിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറുകയാണുണ്ടായത്. അവധി അപേക്ഷയുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറും വിസിയും തമ്മിലുള്ള വാക്പോരും രൂക്ഷമാണ്. പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെയാണ് എസ്എഫ്ഐ ഇന്ന് പഠിപ്പ് മുടക്ക് സമരം നടത്തുന്നത്. ഡിവൈഎഫ്ഐയുടെ സർവകലാശാല മാർച്ചും ഇന്നുണ്ടാകും. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമൊക്കെ കേരള സർവകലാശാലയിലെ സംഘർഷം നമ്മൾ കണ്ടതാണ്. എസ്എഫ്ഐ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. വരും ദിവസങ്ങളിലും അതിലും ശക്തമായ പ്രതിഷേധമുണ്ടാകും എന്ന് അന്ന് തന്നെ എസ്എഫ്ഐ സംസ്ഥാന അധ്യക്ഷനൊക്കെ പറയുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് എസ്എഫ്ഐയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും ആസൂത്രണം ചെയ്യുന്നത്? നിലവിലിപ്പോൾ ഈ പോര് തുടരുന്നതിനിടെ കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ഒരു അവസ്ഥ, അവരുടെ ഒരു ഭാവി എത്രത്തോളം പ്രതിസന്ധിയിലാവുകയാണ്? എന്തായാലും ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി തന്നെയാണ് ആശങ്കയിലും പ്രതിസന്ധിയിലുമായി തുടരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരാഴ്ചയ്ക്ക് മുകളിലായി സർവകലാശാല പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിൽ ആണ്. ഒപ്പം തന്നെ അധികാര തർക്കങ്ങൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് ഒരു ഭാഗത്തും, ഒപ്പം തന്നെ രാജ്ഭവൻ സർക്കാർ പോര് മറ്റൊരു ഭാഗത്തുമൊക്കെ നടക്കുന്നു. നിയമ പോരാട്ടങ്ങൾ നടക്കുന്നു. അതിനൊപ്പം തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിലേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം കടന്നു കഴിഞ്ഞു. എന്തായാലും സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിൽ ആരംഭിച്ച വിവാദമാണ് ഇപ്പോഴും സർവകലാശാലയുടെ ഭരണപ്രതിസന്ധിയായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സിസാ തോമസ് താൽക്കാലിക വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് അവരുടെ ഇൻചാർജ് ഒഴിഞ്ഞത്. അതിനുശേഷം ഇന്ന് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലെത്തും. രണ്ടുപേരും താൽക്കാലിക വൈസ് ചാൻസലർ തന്നെയാണ്. സ്ഥിരം വൈസ് ചാൻസലർ എന്തായാലും നിലവിൽ സർവകലാശാലയ്ക്കില്ല. അതിനിടയിലാണ് ഈ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടവും നിയമ പോരാട്ടവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ആണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇന്ന് തിരുവനന്തപുരം നഗരം കാണാൻ പോകുന്നത് വലിയ പ്രതിഷേധം തന്നെയായിരിക്കും. കഴിഞ്ഞ ദിവസം എസ്എഫ്ഐ സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിൽ കണ്ടതാണ്. മണിക്കൂറുകളോളം സർവകലാശാല ആസ്ഥാനത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു. വൈസ് ചാൻസലറുടെ ചേംബറിലേക്ക് ഉൾപ്പെടെ എസ്എഫ്ഐ പ്രവർത്തകർ എത്തുകയും അവിടെ പോലീസുമായി വാക്കേറ്റവും തർക്കവും സംഘർഷവും ഒക്കെ നടക്കുകയും ഒക്കെ ചെയ്തു. ബാരിക്കേഡുകൾ പൂർണ്ണമായും മറികടന്നാണ് എസ്എഫ്ഐ പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ചേംബറിലേക്ക് എത്തിയത്. എന്തായാലും അങ്ങനെ ഒരു ഭാഗത്ത് വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഒപ്പം തന്നെ വൈസ് ചാൻസലർ സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി പിൻവലിച്ച സിൻഡിക്കേറ്റ് തീരുമാനം അംഗീകരിച്ചിട്ടില്ല. ഇന്നലെയും മോഹനൻ കുന്നുമ്മലും രജിസ്ട്രാർ നൽകിയ അവധി അപേക്ഷ പരിഗണിക്കാൻ പോലും തയ്യാറായിട്ടില്ല. സസ്പെൻഷനിലിരിക്കുന്ന ഒരാൾക്ക് എന്ത് അവധി എന്നുള്ള മറുപടിയാണ് നിലവിൽ ഈ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ അനിൽകുമാറിന് നൽകിയിരിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെ അദ്ദേഹവും അതിന് മറുപടി നൽകിയിട്ടുണ്ട്. സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരവും കോടതി തീരുമാനപ്രകാരവും താൻ ഇപ്പോഴും രജിസ്ട്രാറാണ്, അത് കോടതി അനുവദിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് അനിൽകുമാർ മോഹനൻ കുന്നുമ്മലിന് നൽകിയ മറുപടി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് വലിയ തരത്തിലുള്ള ഭരണപ്രതിസന്ധിയാണ് സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജോയിന്റ് രജിസ്ട്രാർമാർക്ക് ഫയലുകൾ നേരിട്ട് വൈസ് ചാൻസലറെ ഏൽപ്പിക്കണം എന്നുള്ള നിർദ്ദേശം നേരത്തെ സിസാ തോമസ് തന്നെ നൽകിയിട്ടുണ്ട്. ഇന്ന് മോഹനൻ കുന്നുമ്മൽ ഇവിടത്തേക്ക് എത്തുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാണേണ്ടത്. കാരണം രാജ്ഭവനുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന വൈസ് ചാൻസലർ കൂടിയാണ് മോഹനൻ കുന്നുമ്മൽ. കഴിഞ്ഞ തവണ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന ഘട്ടത്തിലും നല്ല ബന്ധം തന്നെയാണ് ഇരുവരും തമ്മിൽ പുലർത്തിപ്പോകുന്നത്. ഇപ്പോഴും അതേ തരത്തിലുള്ള ബന്ധം മോഹനൻ കുന്നുമ്മലും രാജേന്ദ്ര അർലേക്കറുമായുണ്ട്. അങ്ങനെ RSS പരിപാടിയിൽ പങ്കെടുത്ത ചിത്രങ്ങൾ, ഗണവേഷം ധരിച്ച ചിത്രങ്ങൾ ഉൾപ്പെടെയായിരുന്നു എസ്എഫ്ഐ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ചത്. അങ്ങനെ ഒരു ഭാഗത്ത് രാഷ്ട്രീയ പോരാട്ടവും ഭരണ പ്രതിസന്ധിയും ഒക്കെ തുടരുന്നതിനിടയിലാണ് ഇന്ന് ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും ഒപ്പം തന്നെ KSUവും AISFും ഈ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. KSU പ്രതിഷേധ സംഗമം നടത്താനും ഒപ്പം തന്നെ AISF സർവകലാശാല മാർച്ചിനും DYFI സർവകലാശാല മാർച്ചിനും SFI രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. SFIയുടെ പഠിപ്പുടപ്പ് സമരവും ഇന്നാണ്. എന്തായാലും